മുഖ്യമന്ത്രിയുടെ അയ്യപ്പ സംഗമത്തിലേക്ക് വരാം. എന്നെ ഞെട്ടിച്ചൊരു കാര്യമുണ്ട്. അയ്യപ്പ സംഗമത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രസംഗം നമ്മളെല്ലാവരും കേട്ടതാണ്. അതിൽ അദ്ദേഹം കോട്ട് ചെയ്യുന്ന ഭഗവത്ഗീതയാണ്. മാർക്സിസ്റ്റ് വീക്ഷണമനുസരിച്ചും അല്ലെങ്കിൽ വേണ്ട സയൻറ്റിഫിക് ചരിത്ര വീക്ഷണമനുസരിച്ചും ഭഗവത്ഗീത ഒരിക്കലും മഹാഭാരതത്തിൻ്റെ ഭാഗമല്ല. പാവം ഡോക്ടർ സുനിൽ പിള്ളയുടെ ഒക്കെ ദിവസവും നടന്ന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. ഞാൻ അദ്ദേഹത്തിന് എത്ര പ്രഭാഷണം കേട്ടിട്ടുണ്ട്. പ്രക്ഷിപ്തമാണ്, അതിൽ ചേർന്നതാണ്, അതിനൊക്കെ ഞാനും എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ചേർന്നതാണ്, അതിൻ്റെ ഭാഷ വേറെയാണ്. അതുകൊണ്ട് അത് ബ്രാഹ്മണിക് ഡിമണിക് ഐഡിയോളജി, വർഗീയ രാഷ്ട്രീയം, ബ്രാഹ്മണിക വർഗീയത, അവരുടെ ഹെജ്മണി അതുപോലെ ഇത് കൊണ്ടുവരാൻ വേണ്ടി ചേർത്തതാണ് ഭഗവത്ഗീത എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കെ ദാമോദരൻ മുതൽ സുനിൽ പിള്ളയുടെ വരെ. ആ ഭഗവത്ഗീത എന്നാണ് ഇദ്ദേഹം കോട്ട് ചെയ്യുന്നതെന്ന് ആലോചിക്കും. ആരാണ് അതോ എന്താ കോട്ട് ചെയ്യുന്നത്? ആരാണ് ഭക്തൻ എന്നത്, ആരാണ് യഥാർത്ഥ ഭക്തൻ എന്ന് അന്വേഷിച്ചെടുക്കേണ്ട പണി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുണ്ടോ? ഭക്തി വ്യക്തിപരമായൊരു കാര്യമാണെന്നല്ലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എപ്പോഴും പറഞ്ഞിട്ടില്ലേ? നിങ്ങൾക്ക് വേണ്ടി ഭക്തനാ, പിണറായി വിജയൻ ഭക്തനാവാ, എനിക്കൊരു വിരോധമില്ല. മാത്രമല്ല, പിണറായി വിജയൻ ഉറച്ച ഭക്തനാണെന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിട്ട് ഇതുവരെ ഒരു മറുപടിയും പറഞ്ഞിട്ടില്ല. അപ്പം അദ്ദേഹം വൈരുദ്ധ്യാൽ ബോധ്യവാദിയാണോ എന്നൊക്കെ അത് കമ്മ്യൂണിസ്റ്റുകാർ ചോദിച്ചോട്ടെ, ഞാനിപ്പോൾ ചോദിക്കാനൊന്നും പോകില്ല. അതെൻ്റെ വിഷയമല്ല. അദ്ദേഹം ഭക്തനായിക്കോട്ടെ, അദ്ദേഹത്തിൻ്റെ ഭാര്യ കുടുംബം, അദ്ദേഹത്തിൻ്റെ അച്ഛനോ ആര് വേണി ഭക്തനായിക്കോട്ടെ, എനിക്കതിൽ യാതൊരു വിരോധമില്ല. അത് വേറൊരു വിഷയമാണ്. പക്ഷേ ഭഗവത്ഗീത കോട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം വന്ന് ഇനിയിപ്പോൾ നാളെ ഭക്തനാണെന്ന് പറഞ്ഞിട്ട് ഭഗവത്ഗീത വേറൊരെണ്ണം കോട്ട് ചെയ്തിട്ട് BJP ഇതുപോലെ കൗണ്ടർ ചെയ്യാമല്ലോ. ഭഗവത്ഗീത എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യാഖ്യാനിക്കാവുന്ന ഒരു സാധനമാണ്. നിങ്ങളുടെ ബന്ധുവിനെ കൊല്ലാന്ന് പറയുന്നുണ്ട്, സർവ്വം ഞാനാണെന്ന് പറയുന്നുണ്ട്, അതൊക്കെ പറയുന്നുണ്ട്. ഏറ്റവും അടുത്ത് അവനവൻ്റെ താല്പര്യത്തിനനുസരിച്ച് വ്യാഖ്യാനിക്കാവുന്ന ഒരു സാധനമാണ് ഭഗവത്ഗീത. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട താല്പര്യം ഈ ഈ ഹെജ്മണിക് ഐഡിയോളജിയാണ്. ഈ ഐഡിയോളജി നിങ്ങൾക്ക് അതുപോലെ തന്നെ സ്വീകരിച്ച് അതിൽ പറയുന്നു ഞാൻ ഇതാണ്. അപ്പോൾ പ്രശ്നം എന്താ? ഇദ്ദേഹം പൂർണ്ണമായും ഒരു ഹിന്ദു അല്ല. സീതാറാം യെച്ചൂരി എപ്പോഴും പറയും ഹിന്ദുത്വവും തമ്മിലുള്ള വ്യത്യാസം നമുക്കൊക്കെ അറിയാതെ. യെച്ചൂരി ഏറ്റവും കൂടുതൽ ഞാൻ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ കേട്ടിട്ടുള്ള ഹിന്ദുത്വം എന്നാണ്. ഇവിടെ ഹിന്ദുത്വയിലേക്കാണ് പിണറായി വിജയന്റെ പോക്ക്. ഇനി അമൃതാനന്ദമയിയുടെ കാര്യം അതുകൊണ്ട് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. അമൃതാനന്ദമയിക്ക് ഏത് വേണി വേഷം എടുക്കാം, അത് അവരുടെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് അമൃതാനന്ദമയി ദൈവമാണെന്ന് കണക്കാക്കാം, എനിക്ക് ഒരു മനുഷ്യ സ്ത്രീയാണെന്ന് കണക്കാക്കാം. ഓരോരുത്തരുടെ വ്യക്തിപരമായ സ്വാതന്ത്ര്യം മുഴുവൻ കെട്ടിപ്പിടിക്കുക, ഉമ്മയ്ക്കുക ഒക്കെ ചെയ്യാം. പക്ഷേ സജി ചെറിയാനും പോവാം, എനിക്കൊരു വിരോധമില്ല. സജി ചെറിയാൻ എന്ന വ്യക്തി അമൃതാനന്ദമയി കെട്ടിപ്പിടിക്കുന്നതിന് എനിക്കൊരു വിരോധമില്ല. അല്ലെങ്കിൽ ഞാൻ കെട്ടിപ്പിടിക്കാൻ മോശർത്ഥത്തിലല്ല കേട്ടോ. അവരെല്ലാവരും ആലിംഗനം ചെയ്യുന്ന ഒരു സ്ത്രീയാണ്. അത് നല്ല അവരുടെ ഒരു വിഷ്വൽ. ഇപ്പോൾ ഓരോ രാജ്യത്ത് ചെല്ലുമ്പോഴും ഓരോ തരത്തിലാണല്ലോ നമ്മൾ ഗ്രീറ്റിങ്സ് ആണ്. പക്ഷേ സജി ചെറിയാൻ കേരളത്തിലെ സാംസ്കാരിക മന്ത്രി എന്ന നിലയ്ക്ക് സർക്കാരിന്റെ ഒരു സാക്ഷ്യപത്രവുമായി അമൃതാനന്ദമയി എഴുതിയില്ല. സർക്കാർ പരിപാടി സംഘടിപ്പിക്കുകയാണ്. അത് സർക്കാരിന്റെ ഒരു പരിപാടിയിൽ സാക്ഷ്യപത്രവുമായി വെള്ളാപ്പള്ളി മറ്റേ സജി ചെറിയാൻ ചെല്ലുമ്പോൾ അവിടെയാണ് പ്രശ്നം. നേരത്തെ വെള്ളാപ്പള്ളിയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ്. വെള്ളാപ്പള്ളി നടേശൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ പറയുകയും അദ്ദേഹം 1-ാം നമ്പർ കാറിൽ സംഗമത്തിലെത്തുകയും ചെയ്യുന്നതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ഇതിൻ്റെ കുഴപ്പം എന്താ? ചിലപ്പോൾ അമൃതാനന്ദമയിയുടെ ഭക്തർ, അമൃതാനന്ദമയി തീർച്ചയായും അവർക്ക് സംഘപരിവാറുമായി ഒരു ബന്ധമുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് തർക്കമൊന്നുമില്ല. ആളുകൾ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും അവർക്ക് അങ്ങനെ ലോകം സമസ്ത സുഖിനോ ഭവന്തു എന്നൊക്കെ പറയുമെങ്കിലും സംഘടനാപരമായി അവർക്ക് സംഘപരിവാറുമായി ബന്ധമുണ്ട്. ഇത് ഞാൻ പറഞ്ഞല്ല, ഇത് പറഞ്ഞത് ജോൺ ബ്രിട്ടാസാണ്. കേരളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന പത്രപ്രവർത്തകൻ മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ മാധ്യമോപദേഷ്ടാവും ഇപ്പോൾ MP-യുമായ ജോൺ ബ്രിട്ടാസാണ്. അദ്ദേഹം എഴുതിയ പുസ്തകം ഉണ്ടല്ലോ ആ ലേഡിയുടെ, ആ പുസ്തകം കൈരളി ചാനൽ എത്ര പ്രാവശ്യമാണ് കാണിച്ചത്, പുസ്തകത്തെ പറ്റി ഇന്റർവ്യൂ അങ്ങനെ കാര്യങ്ങൾ. അപ്പോൾ അത്തരത്തിൽ ഒരു വലിയ പ്രചരണം അതിനെതിരെ നടക്കുന്നു. ഞാനതിൽ കേട്ടത് ഇവരെ ഈ അമൃതാനന്ദമയ്യെ സന്ദർശിച്ചു കഴിഞ്ഞ് പിന്നത്തെ ആദ്യത്തെ പ്രതികരണം ഞാൻ കണ്ടത് സിനിമാ സംവിധായകൻ പ്രിയനന്ദൻ്റെയാണ്. പ്രിയനന്ദൻ്റെ മറ്റേ സിനിമ ഉണ്ടല്ലോ അവരുടെ. അപ്പോൾ ആ സിനിമയടക്കം അത്രയ്ക്കും ഹാർഷായിട്ട് അമൃതാനന്ദമയ്യെ പോലെയുള്ള അതുപോലെയുള്ള ആൾ ദൈവങ്ങളെ വിമർശിക്കുന്ന പ്രിയനന്ദനെ പോലെയുള്ള ആളുകൾ. പി ജയരാജന്റെ മകന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട്, കടപ്പുറം സുധാമണി എന്ന് തന്നെ വിശേഷിപ്പിച്ചുകൊണ്ട്. അല്ല, അതേ പറഞ്ഞത് കടപ്പുറം സുധാമണി. അത് ഞാൻ പറഞ്ഞ അവരങ്ങനെ വിളിക്കണമെന്ന് എനിക്കറിയില്ല. വിളിച്ചിരുന്ന അതാണ് പ്രശ്നം. ഇവർ വിളിച്ചിരുന്ന അത് ഇവിടെ കുഴപ്പം എന്താ? ഞാനിപ്പോൾ ഈ ഇലക്ഷനിൽ ഈ SNDP NSSന്റെ കാര്യം ഞാൻ പറയുന്നില്ല. കാരണം NSS പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല.
അവർ സമദൂരോ ശരിദൂരോ മഹാദൂരോ, അതിലെന്താ കാര്യം എന്ന് വെച്ചാൽ ഞാൻ അതിൽ കാണുന്നത് NSSന് അത്ര വലിയൊരു ഇമ്പാക്റ്റും ഇല്ലയാണ്. അങ്ങനെ ഇമ്പാക്ട് ഉണ്ടായിരുന്നുവെങ്കിൽ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം വേറെ ഇമ്പാക്റ്റ് ഉണ്ട്. അത് മാത്രമല്ല, ഇമ്പാക്റ്റ് ഇല്ല എന്നൊരു കാരണം ഒരു 11%-12% വോട്ടേ ഉള്ളൂ കേരളത്തിൽ നായർ സമുദായം. 2, അവര് തന്നെ വളരെ കൃത്യമായി പൊളിറ്റിക്കലി പോളറൈസ്ഡ് ആണ്. എല്ലാ ഉറച്ച പാർട്ടിക്കാരും NSSലുണ്ട്. ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസിന്റെ നേതാക്കൾ വലിയൊരു പങ്ക് നായർ സമുദായത്തിൽപ്പെട്ട ആളുകളാണ്. നായർ സമുദായത്തിലുണ്ട്, എല്ലാ പാർട്ടിയിലുണ്ട്, CPMലുണ്ട്, CPIയിലുണ്ട്, BJPയിലുണ്ട്. അതിൽ അണികളെ സംബന്ധിച്ചിടത്തോളം മുമ്പ് കോൺഗ്രസ് അനുഭവം ഉണ്ടായിരുന്ന കുറച്ച് ആളുകൾ ഇപ്പോൾ BJPയിലേക്ക് പോയിട്ടുണ്ട്. നമ്മളില്ലാന്ന് പറയുന്ന നേതാക്കളടക്കം അവർ കോൺഗ്രസ്സുകാരുണ്ട്, BJPക്കാരുണ്ട്. അപ്പോൾ അണികളും അങ്ങനെ പല പാർട്ടികളിൽ കിടക്കുന്നു. അങ്ങനെ ഒരു സംഘടന ഒരു രാവിലെ വന്നിട്ട് ഞങ്ങൾ ഇടതുപക്ഷത്തിനൊപ്പാണെന്ന് പറഞ്ഞാൽ കൂട്ടത്തോടെ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യാൻ പറ്റുന്ന ആളുകളൊന്നും അങ്ങനെയൊന്നും ഒരു വലിയ വോട്ടൊന്നും അവിടെ വരില്ല. പക്ഷെ ഇവിടെ ചെയ്തത് ഇടതുപക്ഷത്തിന് അനുകൂല സേഫ്നെസ്സിനെ ആക്കല്ല, പലപ്പോഴും തെറ്റിദ്ധരിപ്പിച്ചൊരു കാര്യമുണ്ട്. BJPയുടെ ഹിന്ദുത്വ അജണ്ട ഞാൻ അംഗീകരിക്കുന്നു എന്ന് പിണറായി വിജയനും CPMും പറയുകയാണ്. അതിനോട് NSS യോജിക്കുകയാണ്. പ്രശ്നം അതാണ്. ഇപ്പൊ നാമജപ ഘോഷയാത്ര ആദ്യം തുടങ്ങുന്നത് NSS ആണ്. ഇവിടെ കോൺഗ്രസോ BJP ഒന്നുമല്ല. NSS സുകുമാരൻ നായർ പ്രഖ്യാപിക്കുന്നതാണ്. ആ അജണ്ടയിലേക്ക് ബാക്കിയുള്ളവർ വരികയാണ്. അപ്പൊ സുകുമാരൻ നായരുടെ റോൾ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ മറ്റു വ്യക്തിപരമായ കാര്യമൊന്നും ഞാൻ പറയുന്നില്ല. അദ്ദേഹത്തിന് താല്പര്യങ്ങളുണ്ടാവും, വെള്ളാപ്പള്ളി നടേശനും കേസുകളൊക്കെ ഉണ്ട്, നമുക്ക് അതുപോലെയൊക്കെ ഉണ്ടാവാം. പക്ഷെ അതല്ല, അതിനൊക്കെ അപ്പുറത്ത് ഇപ്പൊ സംഭവിക്കുന്നത് ഈ ഒരുപക്ഷെ സെക്യുലർ എന്ന് കരുതിയിരുന്ന നായർ വിഭാഗത്തിലെ ബാക്കി ജനങ്ങളെ കൂടി കൃത്യമായും വർഗീയവാദികളുടെ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടല്ലോ, വർഗീയവാദിയാക്കുക. ഒരു മനുഷ്യൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ അയാൾ സെക്യുലറായിരിക്കുന്ന ഒരു മനുഷ്യൻ വളരെ പെട്ടെന്ന് ചില കാര്യങ്ങളുടെ പേരിൽ വർഗീയവാദിയാവും. ഒരു മോഡലിന്റെ പേരിൽ, ഇപ്പോൾ ഇസ്ലാമോഫോബിയയുടെ പേരിൽ, അല്ലെങ്കിൽ ക്രിസ്ത്യാനോഫോബിയയുടെ പേരിൽ, അല്ലെങ്കിൽ വേറെ ചില ഇതുകൾ അങ്ങനെ ആക്കിയാൽ എന്താ കുഴപ്പം? 2026 തെരഞ്ഞെടുപ്പിൽ ആര് ജയിക്കുമെന്നതൊക്കെ നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം. പക്ഷേ ഈ വർഗീയവൽക്കരിക്കപ്പെട്ട ഈ CPMന്റെ അണികളടക്കം നാളെ ഒരു വിഷമവുമില്ലാതെ BJP പാളയത്തിലേക്ക് പോകണം നമ്മൾ കാണും. ബംഗാളിലൊക്കെ ഉണ്ടായ പോലെ. ഇപ്പം തന്നെ നമ്മളിപ്പോൾ ഈ CJP എന്ന് പറയുന്ന ഒരു BJP CPM അന്തർധാരയെ കുറിച്ച് നമ്മൾ പറയാം. സാർ ഇപ്പൊ നേരത്തെ പറയും ഇസ്ലാമോഫോബിയ. ഇപ്പൊ നോക്കി, അയ്യപ്പ സംഗമം നടന്നതിന് ശേഷം MV ഗോവിന്ദൻ, സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഒരു മാധ്യമത്തിന് കൊടുക്കുന്ന ഒരു അഭിമുഖത്തില് അദ്ദേഹത്തിന് ഒരു പ്രസ്താവനയുണ്ട്. ഈ പറയുന്ന NSSനെയും SNDP ഒക്കെ ഞങ്ങൾ സ്വന്തമാക്കി, അല്ലെങ്കിൽ അവരുടെ ഒരു പിന്തുണ നേടിയെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നത് തുടർഭരണം ഉണ്ടാകുമെന്ന് ഉറപ്പിക്കാൻ വേണ്ടി അദ്ദേഹം പറയുന്നത് ഈ കോൺഗ്രസിനെ നയിക്കുന്നത് മുസ്ലിം ലീഗാണ്. നേരത്തെ നമുക്കറിയില്ല, 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് അന്നത്തെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണന്റെ ഒരു പ്രയോഗമുണ്ട്. ഹസനും കുഞ്ഞാലിയും അമീറുമാരും കൂടി ചേർന്ന് കേരളം ഭരിക്കാൻ പോവുകയാണ്, പിടിച്ചെടുക്കാൻ പോവുകയാണ് എന്ന തരത്തിലൊരു. അപ്പോൾ ഈ മറുവശത്ത് BJPയോ സംഘപരിവാറോ ഒക്കെ തന്നെ കഴിഞ്ഞ കാലങ്ങളായിട്ട് അവർ പയറ്റിക്കൊണ്ടിരിക്കുന്ന ആ ഒരു വർഗീയത എങ്ങനെ ഹിന്ദുക്കൾക്ക് മുസ്ലിങ്ങൾക്ക് എതിരാക്കി മാറ്റാമോ, അതിന്റെ ഒരു തനിയാവർത്തനം ഈ പറയുന്ന CPM യാതൊരു ഉടുപ്പുമില്ലാതെ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് നടത്തുന്നതിന്റെ ഒരു വലിയ ദുരന്തമുണ്ടല്ലോ സാർ നേരത്തെ പറഞ്ഞല്ലോ കേരള പൊതുസമൂഹത്തിൽ. അല്ല, ആ ദുരന്തമാണ് എന്നെ വേദനിപ്പിക്കുന്നത്, എന്നെ ഭയപ്പെടുത്തുന്നത്. കാരണം CPMനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരുപാട് കാലമൊന്നും CPM ഉണ്ടാവില്ല. ലോകത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥിതികളൊക്കെ നമുക്കറിയാം, ചരിത്രം അറിയാം. തകർന്നാൽ പിന്നെ പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാനുള്ള ത്രിപുരയും ബംഗാളും ഒക്കെ അതാണ്. പോയ സ്ഥലങ്ങളിലൊന്നും തിരിച്ചു വന്നിട്ടില്ല. ഒരിക്കൽ ആന്ധ്രയിലുണ്ടായിരുന്നു, ബീഹാറിലുണ്ട്, ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പം അവരൊന്നും തിരിച്ചു വന്നിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു ഘട്ടത്തിൽ എനിക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തകരുന്നതിലെ വിഷമോ സന്തോഷമൊന്നുമില്ല. പക്ഷേ ആ വർഗീയ വോട്ട്, ആ വർഗീയവൽക്കരിക്കപ്പെട്ട കേരളത്തിൻ്റെ വോട്ട് മൊത്തമായി ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഏജന്റാണ് വെള്ളാപ്പള്ളി നടേശൻ. അത് പിണറായി വിജയൻ അറിയുമെന്ന് എനിക്കറിയില്ല. ഇതിനറിയാതിരിക്കാൻ വഴിയില്ല. പക്ഷേ തൽക്കാലം ഈ ഒരു കടപ്പാണ് കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. എന്താണത്? കാരണം ഞാൻ ഉറപ്പായി പറയുന്നു, കേരളത്തിൽ ഇസ്ലാമോഫോബിയയ്ക്ക് ഒരുപക്ഷെ BJPയേക്കാൾ സഹായകമാവുന്നത് വെള്ളാപ്പള്ളി നടേശനാണ്. ഒരു സംശയവും വേണ്ട. അതിന് കുട പിടിക്കുകയാണ് മുഖ്യമന്ത്രി. അതാണ് ചെയ്യുന്നത്. അവിടെയാണ് പ്രശ്നം. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഇസ്ലാമോഫോബിയ കേവലം ഒരു മുദ്രാവാക്യമല്ല, ഒരു വികാരമാണ്. പലതരത്തിൽ നമ്മൾ പലപ്പോഴും ആളുകളോട് സംസാരിക്കും. ഞാൻ ഞെട്ടിപ്പോയിട്ടുണ്ട്. വളരെ സെക്യുലറാണെന്ന് ഞാൻ വിചാരിച്ച ആളുകൾ വരെ നമ്മളോട് 2 വാക്ക് സംസാരിച്ച് കഴിയുമ്പോൾ 3ാമത് ഇസ്ലാമോഫോബിയ പറയും. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി?
അല്ല അതങ്ങനെയാണ്, അവരങ്ങനെയാണ്, ഇവരിങ്ങനെയാണ്. ഈ ഒരു സാധനം ഉണ്ടല്ലോ, ഈ ഒരു സാധനം ഉള്ളിൽ ചെന്നാൽ, എങ്ങനെ ഇഞ്ചെക്ട് ചെയ്ത് കൊടുക്കുക, അത് ചെന്നാൽ ഇവരെ പിന്നെ തിരിച്ചു കൊണ്ടുവരാൻ വലിയ പാടാണ്. കാരണം പിന്നെ തെളിവൊന്നുമില്ലല്ലോ. അതല്ലാന്ന് ഇത് വടക്കേ ഇന്ത്യയിൽ നടന്ന രാഷ്ട്രീയ പ്രക്രിയയാണ്. ആ പ്രക്രിയയ്ക്ക് കൃത്യമായി ചുവട് വെച്ചുകൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ ഇപ്പുറത്തും മകൻ തുഷാർ വെള്ളാപ്പള്ളി അപ്പുറത്ത് നിന്നിട്ട് ഈ ആളുകളെ മുഴുവൻ മൊത്തമായി BJP കൊണ്ടുപോകുക. ഇനി ഇവർ വേറെ ഇപ്പോൾ കോൺഗ്രസിലേക്കോ മറ്റേതെങ്കിലും ഇവൻ CPIയിലേക്ക് പോലും പോരുത്. കാരണം എന്താ വെച്ചാൽ പോയാൽ മൊത്ത കച്ചവടം മുടങ്ങും. അപ്പോൾ അതാണ് ഇവരുടെ ഐഡിയ. ആ ഐഡിയ ആ ട്രാപ്പിൽ പിണറായി വിജയൻ വീണതാണോ അതോ ബെയ്റ്റിൽ വീണതാണോ, അത് എര ഇട്ടുകൊടുത്ത് മേടിച്ചതാണോ എന്നറിയില്ല. പക്ഷെ വലിയ ദ്രോഹമാണ് കേരള രാഷ്ട്രീയത്തിൽ, കേരള സമൂഹത്തിൽ വരാൻ പോണത്.